പാകിസ്ഥാനികൾ ആക്രമണം തുടങ്ങി. ഇവര് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് വരുന്നത്. റെക്കൊന്നും ചെയ്തില്ല. ഇവിടെയുള്ള ഈ ഡിഫൻസീവ് പൊസിഷനിൽ ആരാണ് എന്താണ് സ്ട്രെങ്ത് അപ്പൊ അവരും പ്രതീക്ഷിക്കുന്നില്ല. അവർ വിചാരിച്ച അവിടെ ഒരു പ്ലട്ടൂൺ ഉണ്ടാവും, ഒരു കമ്പനി ഉണ്ടാവും, അതിൽ കൂടുതൽ എന്തായാലും ഉണ്ടാവില്ല. സോ ഒരു കമ്പനിയെ അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു സ്ഥലത്ത് മാക്സിമം 15 മിനിറ്റ് വരെ അസംഷനാണ് പാകിസ്ഥാനികളുടെ. അരമണിക്കൂർ 1 മണിക്കൂർ അങ്ങനെ ഇവര് തീരുമാനിച്ചത് എന്താ, ജയ്സൽമീറിന് കഴിഞ്ഞിട്ട് രാംഗഡിലേക്ക് ഒരു അടുത്ത പൊസിഷനാണല്ലോ, രാംഗഡ് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ജയ്സൽമീറില്, ഡിന്നർ ഡൽഹിയിൽ, അങ്ങനത്തെ ഒക്കെ പ്ലാൻ ആയിട്ടാണ് ഇവർ വരുന്നത്. ഒരു ശരിക്കും ഉത്സവത്തിനൊക്കെ പോകുന്ന മാതിരി ടാങ്കിന്റെ മീതെ ഒരു പെട്രോളിന്റെയും ഡീസലിന്റെ ഒക്കെ ബാരലൊക്കെ കെട്ടി വെച്ച് നല്ല സുന്ദരമായിട്ട് പാട്ടൊക്കെ പാടിയിട്ട് ഇവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആരാണ് ഇരിക്കുന്നത് എന്താണ് ഇരിക്കുന്നത് എന്നുള്ളത് ഇവർക്കറിയില്ല. മാത്രമല്ല ഇവര് ഈ ഏരിയനെ ഇവർ റെക്ക് ചെയ്തിട്ടില്ല. വിർജിൻ സോയിലാണ്. അതിന് മുമ്പ് ടാങ്കുകൾ ഒന്നും പോയിട്ടില്ല. വളരെ വളരെ ലൂസായിട്ടുള്ള സാൻഡാണ് അവിടെ. ഈ ആൽഫ കമ്പനിയുടെ ഡിഫൻസ് ഹില്ലിന്റെ മീതെ ഇവരവിടെ നിന്ന് ആദ്യം അപ്പൊ ടാങ്കാണ് ലീഡ് ചെയ്യപ്പോഴും ടാങ്കുകൾ മുന്നോട്ട് വന്ന് ലോങ്കെ വാലിലത്തെ ആ ഡിഫൻസസിന്റെ അവിടെ എത്തുമ്പോൾ അവിടെ ഗ്രാൻഡ് ഹില്ലിലേക്ക് പോകണം. ഇവരാദ്യം കാണുന്നത് വയറാണ്. എപ്പോഴും ആക്രമിക്കുന്നതിന് മുമ്പ് ആർട്ടിലറിക്കാർ ആ ടാർഗറ്റിനെ സോഫൻ അപ്പ് ചെയ്യാന്ന് പറയും. ആ ടാർഗറ്റിനെ എൻഗേജ് ചെയ്യും. അങ്ങനെ ഒരു ആർട്ടിലറി ഫയറിംഗ് തുടങ്ങി. ആർട്ടിലറിക്കാർ ഫയറിംഗ് തുടങ്ങിയപ്പോൾ അവിടെ ഞാൻ പറഞ്ഞല്ലോ 10 ഒട്ടകങ്ങളുണ്ടായിരുന്നു. ഇതിൽ നിന്ന് 5 ഒട്ടകങ്ങൾ ഈ ഷെല്ലിങ് കാരണത്താൽ അവറ്റ ന്യൂട്രലൈസ് ആയിപ്പോയി. പട്ടാളക്കാർക്ക് യാതൊന്നും സംഭവിച്ചില്ല. അവിടെയുള്ള സോൾജേഴ്സിന് യാതൊന്നും, കാരണം അവർ പ്രോപ്പർ ട്രെഞ്ചസ് ഡിഗ് ചെയ്തിട്ട് അതിനകത്താണ് ഇരിക്കുന്നത്. ബാക്കിയുള്ള ഈ 5 ഒട്ടകങ്ങളുണ്ടല്ലോ, ഈ ഒട്ടകങ്ങൾ വയറിന്റെ മീതെ കൂടെ ചാടി രക്ഷപ്പെടാനായിട്ട്. ഇവര് ചാടുന്നത് കണ്ടപ്പോൾ പാകിസ്ഥാൻ ടാങ്ക് ഗണ്ണേഴ്സ് വിചാരിച്ചു അവരെ കൗണ്ടർ അറ്റാക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ഇൻഫൻട്രി പട്ടാളക്കാർ ചെല്ലുകയാണെന്നാണ്. സോ അവരൊന്നും ഞെട്ടി. ടാങ്കിന് മുന്നോട്ടോട്ട് വരാൻ പറ്റുന്നില്ല. ടാങ്കുകൾ മെല്ലെ മെല്ലെ മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ 2 RCL ഗണ്ണേഴ്സ് അവിടെ ഉണ്ടായിരുന്നല്ലോ, ഈ RCL ഗണ്ണുകൾ ഇവരെ എൻഗേജ് ചെയ്തു. ടാങ്കുകൾ അതിൽ ഒരു ടാങ്കിന്റെ മീതെ ഹിറ്റായി. ആ ടാങ്കിന്റെ മീതെ പെട്രോളിന്റെ ബാരലുണ്ടായിരുന്നു, പെട്രോൾ സ്ട്രോക്ക് ഡീസൽ, അതിന്റെ ബാരലുണ്ടെന്ന്. ആ ബാരലിന് തീ പിടിച്ചു. ഈ ബാരലിന് തീ പിടിച്ചപ്പോൾ എല്ലാ ടാങ്കുകളും കൂടെ അങ്ങനെ വളരെ ക്ലോസ് ആയിട്ടാണ് മറ്റേ ടാങ്കിന് തീ പിടിച്ചു. അവിടെ അങ്ങനത്തെ ഒരു ദീപാവലി. ഈ ദീപാവലി ആയിട്ട് വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ 120 ജവാൻസ് അവർ ഫയറിംഗ് തട്ടിയോടുകൂടി ഇവരുടെ കൂടെ വന്ന ഈ 2 ബ്രിഗേഡ് ഉണ്ടല്ലോ, അതിൽ 2 ബ്രിഗേഡിൽ ഒരു ബ്രിഗേഡാണ് ആദ്യം അവർ ആക്രമിച്ചത്. മറ്റേ ബ്രിഗേഡ് ഈ ലൊക്കേഷനെ ബൈപ്പാസ് ചെയ്തിട്ട് നേരിട്ടിട്ട് രാംഗഡിലേക്ക് ഹെഡ് ചെയ്യാനായിട്ടാണ് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. ആ പ്രിപ്പറേഷനിലായിരുന്നു അവർ. പക്ഷെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതോടുകൂടി മറ്റേ ബ്രിഗേഡിനോട് പാകിസ്ഥാനിലെ കമാൻഡർ പറഞ്ഞു ഹോൾഡ് ഓൺ. പക്ഷെ നേരം പുലരാനായിട്ട് വൈകുന്നേരം ഒരു 10 മണിയോട് കൂടിയിട്ടാണ് ഈ സംഭവം. നേരം പുലരാനായിട്ട് പിന്നെ 8 മണിക്കൂറുണ്ട് വായിച്ചു. യാതൊരു വിധത്തിലുള്ള എയർ സപ്പോർട്ടും ഇല്ല, ടാങ്കിന്റെ പേരും ഇല്ല, കേൾവിയില്ല. 8 മണിക്കൂർ പിടിച്ചു നിൽക്കണം. അവർ പിടിച്ചു നിന്നു.